കേരള തമിഴ്നാട് അതിർത്തിയിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം പൂർത്തിയായി. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് നടത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4830 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള കാനന ക്ഷേത്രം, അതിപുരാതനമായ മംഗളാദേവി ക്ഷേത്രത്തിന്റെ ചിത്ര പൗർണമി ഉത്സവത്തിനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തമിഴ്നാട് കേരള അതിർത്തിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ മംഗളാദേവി മലനിരകളുടെ മുകളിലെ കണ്ണകി ക്ഷേത്രമാണിത്. പ്രകൃതി ഭംഗിയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേരുന്ന കേന്ദ്രം. ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മംഗളാദേവിക്കുള്ളത്. പാണ്ഡ്യരാജധാനിയായ മധുര നഗരം ദഹിപ്പിച്ച ശേഷം വൈഗാ നദിയുടെ തെക്കേ തീരത്തൂടെ സഞ്ചരിച്ച് 14-ാം ദിവസം വണ്ണാത്തിപ്പാറയിൽ കണ്ണകി ദേവി എത്തിയെന്നാണ് വിശ്വാസം. കണ്ണകി നിന്നിരുന്ന സ്ഥലത്ത് സ്മാരകമായി മനോഹരമായി കൊത്തിയെടുത്ത വലിയ കരിങ്കല്ലുകൾ സിമന്റും മറ്റു കൂട്ടുകളോ ഒന്നുമില്ലാതെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് പുരാതന പാണ്ഡ്യൻ ചോള ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചു. വർഷത്തിൽ ഒരു തവണ മേടമാസത്തിലെ ചിത്ര പൗർണമി നാളിൽ മാത്രമാണ് ക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുക. ഈ ദിവസം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്കായി ദർശനത്തിനെത്തുന്നത്. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനടുത്ത് പാളിയക്കുടിയിൽ നിന്ന് 6 കിലോമീറ്റർ കാട്ടുപാതയിലൂടെ നടന്നോ കുമളി വഴി 14 കിലോമീറ്റർ വാഹനത്തിലോ ഇവിടെ എത്തിച്ചേരാം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇരു സംസ്ഥാനങ്ങൾക്കിടയിലും ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. 1985 മുതൽ ഇരു സംസ്ഥാനങ്ങളും ചേർന്നാണ് ഉത്സവം നടത്തുക. മംഗളാദേവി മലമുകളിൽ നിന്നാൽ തമിഴ്നാടിന്റെ കൃഷിഭൂമികളും തേക്കടി തടാകവും കുമളി പട്ടണവും ഉൾപ്പെടുന്ന മനോഹരമായ ദൃശ്യങ്ങൾക്കാണ് ആളുകൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരും ഭക്തിയോടെ കണ്ണകി ദേവിയെ തൊഴാനെത്തുന്നവരുമായ ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവസം ഇവിടേക്ക് എത്തിച്ചേരുന്നു. മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി ദേവി മംഗളാദേവി മലനിരകളിലെത്തി എന്നാണ് വിശ്വാസം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ 2000 വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. എല്ലാ ചിത്രപൗർണമി നാളിലും 10,000-കണക്കിന് ആളുകളാണ് കാടും മലയും താണ്ടി ഇവിടേക്ക് എത്തുന്നത്. ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.